ഹലോ ഗായ്സ്, ഈ കുട്ടി റീൽ ഒന്ന് കണ്ടു നോക്കൂ. ചാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ. മേക്കപ്പും ഈ സൂട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ അതിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഇതിൽ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് മേക്കപ്പും ആൻഡ് സൂട്ട് ലിങ്കും ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടു നോക്കൂ. ആദ്യം നമ്മൾ ഫേസ് ഒന്ന് നീറ്റാക്കി ക്ലീൻ ആക്കി വെക്കട്ടെ. ഇപ്പോൾ ഞാനൊന്നും ചെയ്തിട്ടില്ല, ഫേസ് ക്ലിയർ ആയിട്ട് വാഷ് ചെയ്ത് വെച്ചിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് മോയ്സ്ചറൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇതിൽ ആദ്യം എൻ്റെ കളർ ടോണിൽ മാച്ചിങ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്തെടുക്കാം കേട്ടോ. ഫേസിലേക്ക് നല്ലോണം ഞാൻ ബ്രഷ് വെച്ചിട്ടും ബ്ലെൻഡ് ചെയ്യാറുണ്ട്, കൈ വെച്ചിട്ടും ബ്ലെൻഡ് ചെയ്യാറുണ്ട് കേട്ടോ. പക്ഷേ ഇപ്പോൾ എൻ്റെ ഫേസ് നല്ലോണം മോയ്സ്ചറൈസ് ആയ കാരണം ഞാൻ ബ്രഷ് വെച്ചിട്ടാണ് ചെയ്യണത്. ഈസിലി സ്ട്രോക്ക് ചെയ്തിട്ട് നമുക്കത് ബ്ലെൻഡ് ചെയ്തെടുക്കാവുന്നതുള്ളൂ. അപ്പോൾ ഫേസ് മോയ്സ്ചറൈസ്ഡ് അല്ലെങ്കിൽ അപ്പോൾ നമുക്ക് കൈ വെച്ചിട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ നല്ല സോഫ്റ്റ് ആൻഡ് മോയ്സ്ചേർഡ് ഫേസ് ആണെങ്കിൽ ഇങ്ങനെ ഈസിലി ബ്ലെൻഡ് ആക്കി നമുക്ക് എടുക്കാം ഫൗണ്ടേഷൻ ബ്രഷ് വെച്ചിട്ട് കേട്ടോ. അതെ, ഞാൻ നല്ലോണം ഈ ചീക്സിൻ്റെ അവിടെയൊക്കെ ഞാൻ നല്ലോണം ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. നല്ല ഭംഗിയിൽ അത് നല്ലോണം നമ്മുടെ ക്രീമിൻ്റെ ഉള്ളിൽ അങ്ങോട്ട് പിടിച്ച് നമ്മുടെ സ്കിന്നിൻ്റെ അവിടെ പിടിച്ച് നന്നായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല നീറ്റായിട്ട് നമുക്ക് വല്ല പിഗ്മെൻറ്റേഷനൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഇത്തിരി കൂടിയും ഒന്ന് ഡബിൾ ലെയർ കൂടി അപ്ലൈ ചെയ്തിട്ട് നമ്മളൊന്ന് ക്ലീൻ ബേസ് ഉണ്ടാക്കി കൊടുക്കുക. നൗ ഏറ്റവും ഫേസിൻ്റെ പേഴ്സണാലിറ്റി കൂട്ടണത് ഏതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ? ഐബ്രോസ് ഒരു ഫേസിൻ്റെ ആ ഫുൾ പേഴ്സണാലിറ്റി അങ്ങോട്ട് ചേഞ്ച് ചെയ്ത് മാറ്റും. അപ്പോൾ എനിക്കിത്തിരി ആർക്ക്ഡ് ഐബ്രോസ് ആണ് ഇഷ്ടം. എൻ്റെ ഫേസ് സ്ട്രക്ചറിന് ആർക്കുള്ള ഐബ്രോസ് ആണ് കൂടുതൽ ചെയ്യട്ടെ. നിങ്ങൾക്ക് ഏതാ നിങ്ങളുടെ ഫേസിന് ചേരുക ആ ഷേപ്പിലുള്ള ഐബ്രോ നിങ്ങൾ ചെയ്യട്ടോ. ഞാൻ ജസ്റ്റ് കാജൽ വെച്ചിട്ടാണ് ഐബ്രോ ചെയ്യണം. ബിക്കോസ് ഓൾറെഡി എനിക്ക് നല്ല ഷേപ്പുള്ള ഐബ്രോ ഉള്ള കാരണം എനിക്ക് അധികം അങ്ങനെ പിഗ്മെൻറ്റഡ് ഐബ്രോ ഇങ്ക് വെച്ചിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഐബ്രോസ് ഷേപ്പ് ചെയ്യുമ്പോൾ താഴേന്ന് കൂടുതൽ ഷേപ്പ് ചെയ്യട്ടെ, മേളിലേക്ക് അധികം പോകേണ്ട. താഴേന്ന് ഷേപ്പ് ചെയ്തെടുക്കുക, മേളിലേക്ക് ഇങ്ങനെ നമുക്ക് സ്ട്രോക്ക് ചെയ്ത് കൊടുക്കുക. ലിഫ്റ്റഡ് ആയിട്ട് കിട്ടണം. താഴെ അത് ലിഫ്റ്റഡ് ആയി കിട്ടണമെങ്കിൽ മേളിലേക്ക് സ്ട്രോക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ സിന്ദൂരം തുടരണോ വേണ്ടതെന്നാണ് ഞാൻ ആലോചിക്കണേ. നോക്കാം നമുക്ക് ഈ ലുക്ക് എങ്ങനെയാണ് വരിക എന്ന് എന്നിട്ട് തീരുമാനിക്കാം. അപ്പോൾ ലിപ്പും ഞാനിങ്ങനെ ലിപ് ബാം ഇട്ടിട്ട് പ്രെപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഫുള്ള് ടിൻറ്റഡ് ലിപ് ബാം ഇട്ടിട്ട് ഓൾറെഡി ലിപ്പ് പ്രെപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ ലിപ് ലൈനർ വെച്ചിട്ട് മാച്ചിങ് ലിപ്സിൻ്റെ കളറിന് മാച്ചിങ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്കിന് മാച്ചിങ് ആയിട്ടുള്ള ലിപ് ലൈനർ ഇട്ടിട്ട് ഔട്ട്ലൈൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ നാച്ചുറൽ ലിപ്സിന് അനുസരിച്ച്. ചെറിയ ലിപ്സ് ആണെങ്കിൽ ഓവർ ലൈൻ ചെയ്തോളൂ, കുഴപ്പമില്ല. എനിക്ക് എൻ്റെ ലിപ്സ് എൻ്റെ ഫേസ് സ്ട്രക്ചറിന് ഓവർലൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. അത് കാരണം നാച്ചുറൽ ഷേപ്പിൽ തന്നെ ലിപ് ലൈനർ ഇട്ടിട്ട് ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ ഒരു ഓറഞ്ചിഷ് ടാങ്കി റെഡിഷ് ലിപ്സ്റ്റിക്കാണ് ഇട്ടാണ്. ഇനി നെക്സ്റ്റ് ഞാൻ ഇടാൻ പോകുന്നത് പീച്ച് കളറിലത്തെ നമ്മുടെ എന്താ ഇതിന് പറയുക, ഞാൻ മറന്നല്ലോ ഈശ്വര, എന്താ പറയുക, എനിക്ക് ഒരു മിനിറ്റ് കേട്ടോ, ഞാനൊന്ന് ആലോചിച്ചിട്ട് വരട്ടെ. ബ്ലഷ് ഞാനിവിടെ നാച്ചുറൽ പീച്ച് ബ്ലഷാണ് യൂസ് ചെയ്യുന്നത്. ബിക്കോസ് എൻ്റെ ഫേസിൻ്റെ അണ്ടർടോണിന് പീച്ച് കളറാണ് കൂടുതൽ സൂട്ട് ചെയ്യുന്നത്. പിങ്കിനെക്കാട്ടും കൂടുതൽ എനിക്ക് പീച്ച് കളറിലത്തെ ബ്ലഷാണ് എൻ്റെ ഫേസിന് ചേർന്നിട്ട്. അത് കാരണം ഞാനിവിടെ പീച്ച് ഷെയ്ഡാണ് യൂസ് ചെയ്തത്. അതും നാച്ചുറൽ ആയിട്ടുള്ള പീച്ച്. നിങ്ങൾക്കിപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ തോന്നിയാലല്ലോ ഞാൻ ഇങ്ങനെ ഇട്ടിട്ടുണ്ടെന്ന് ബ്ലഷ്. അതേപോലത്തെ ഒരു സൺകിസ്റ്റ് ലുക്ക് പോലെ വരുന്ന കളറാണ്. നല്ല ഷെയ്ഡ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ കയ്യിൽ പിങ്ക് കളറിൽ ഷെയ്ഡ് ഉണ്ട്, പക്ഷേ എനിക്ക് കൂടുതൽ ഇഷ്ടമായത് പീച്ചാണ് എൻ്റെ ഫേസിന് കൂടുതൽ മാച്ച് ചെയ്യണം. അപ്പോൾ മുടി ഞാനിപ്പോൾ സെറ്റ് ചെയ്തിട്ടില്ല. മുടി അല്ലല്ലോ നമ്മളിതിൽ ചെയ്ത് കാണിക്കണം. നമ്മൾ ബേസിക്കലി മേക്കപ്പിലാണ് കോൺസെൻട്രേഷൻ ആൻഡ് സൂട്ടിൻ്റെ ലിങ്കും. മുടി ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ ഇട്ടിട്ടുണ്ട് ജസ്റ്റ് ആ സൈഡത്തെ മുടി ഒന്ന് സെറ്റ് ചെയ്ത് ലാസ്റ്റിൽ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഈ മുടി ഇട്ടിട്ട് കളിക്കുന്നത് കണ്ടിട്ട് വട്ടാന്ന് വിചാരിക്കല്ലോ കേട്ടോ. കണ്ണാടി കണ്ടു കഴിഞ്ഞാൽ ഏത് പെണ്ണാ ഇങ്ങനെ സ്റ്റൈലടിക്കാൻ ഇരിക്കുക. ഇതൊരു വീക്ക്നെസ് എല്ലാ പെൺകുട്ടികളുടെയും. അപ്പോൾ ഞാനിവിടെ മുടി ഒന്ന് സിമ്പിളായിട്ട് പിന്നിട്ടിട്ടുള്ളൂ കേട്ടോ. അപ്പം ഞാൻ നോസ് ഒന്ന് ഷേപ്പ് ചെയ്യണം. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ കോൺടോറൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ ഈ ലിപ് ലൈനർ വെച്ചിട്ട് തന്നെ നിങ്ങളൊന്ന് ഷേപ്പ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മതി. അപ്പോഴും നല്ല ഇഫക്റ്റീവാണ് കേട്ടോ. അപ്പോൾ രണ്ട് സൈഡിലും ഞാനിപ്പോൾ ലിപ് ലൈനറിൻ്റെ ഷെയ്ഡ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം മൂക്കിൻ്റെ ആ ബ്രിഡ്ജ് ഒന്ന് എടുത്ത് കാണാൻ. നെക്സ്റ്റ് ആണ് കോൺടോർ. ഞാൻ വേണമെങ്കിൽ ഈ നോസ് ഈ കോൺടോർ കൊണ്ടും ഷേപ്പ് ചെയ്യാം, പക്ഷേ ഞാൻ ജസ്റ്റ് ലിപ് ലൈനർ കിട്ടിയപ്പോൾ ലിപ് ലൈനർ കൊണ്ടൊന്ന് ഷേപ്പ് ചെയ്തു എന്നുള്ളൂ. അപ്പോൾ ഞാൻ അതിൽ ഏറ്റവും ഡാർക്കസ്റ്റ് ഷെയ്ഡ് എടുത്തിട്ട് ഈ കോൺടോർ പാലറ്റിന് ഞാൻ അവൻ്റെ ജോ ലൈൻ ഒന്ന് ഷാർപ്പ് ചെയ്ത് കൊടുക്കണം. നമ്മൾ എന്ത് മേക്കപ്പ് ചെയ്താലും നമ്മുടെ ഫീച്ചേഴ്സ് ഷാർപ്പ് അല്ലെങ്കിൽ നമ്മുടെ ജോ ലൈൻ ഷാർപ്പ് അല്ലെങ്കിൽ നമ്മുടെ ഐബ്രോസ് ഷാർപ്പ് അല്ലെങ്കിൽ ഫേസിലത്തെ മിക്ക ഫീച്ചേഴ്സും ഷാർപ്പായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ ആ മേക്കപ്പിന് ഭംഗി അധികം കിട്ടില്ല. ഒരു ബൾക്കി ഫേസിൽ അത്ര അങ്ങോട്ട് നമുക്ക് മേക്കപ്പ് നന്നായിരിക്കും, ക്യൂട്ട്നെസ് തരും. പക്ഷെ ഒരു ഷാർപ്പ് ക്ലാസി ലുക്ക്, ഒരു സാസി ലുക്കൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് നല്ലോണം കോൺട്ര ചെയ്യേണ്ടി വരും. എന്നാലാണ് ഒരു നല്ല ഷാർപ്പ് ഫീച്ചേഴ്സ് അങ്ങോട്ട് എടുത്ത് കാണുള്ളൂ. പക്ഷേ ബൾക്കി ഫേസിലും ഫാറ്റുള്ള ഫേസിലും നല്ല ക്യൂട്ടായിട്ടാണ് മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ക്യൂട്ട് ലുക്കിലേക്ക് വരും. എനിക്കിവിടെ അധികം ക്യൂട്ട്നെസ്
ക്യൂട്ട് ആൻഡ് ചബ്ബി ലുക്ക് അല്ല വേണ്ട, അത് കാരണം ഞാൻ കൂടുതൽ കോൺട്രോൾ ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ അതേ പാലറ്റിൽ തന്നെ ഞാൻ ഹൈലൈറ്റർ എടുക്കണം, ആ സിൽവർ കളറത്തെ ഒന്ന് ഹൈലൈറ്റ് ചെയ്തു, അതും നാച്ചുറൽ ആയിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളൂ. ഹൈലൈറ്റർ ചെയ്യുമ്പോൾ അവനവൻ്റെ ഫേസിന് മാച്ച് ചെയ്ത കളർ യൂസ് ചെയ്യുക. പിന്നെ നമ്മുടെ ഫേസിൻ്റെ എടുത്ത് നിൽക്കുന്ന സ്ഥലത്തേക്ക് ടച്ചപ്പ് കൊടുക്കുക. അപ്പോൾ നോസിൻ്റെ ബ്രിഡ്ജായി, ഐബ്രോസിൻ്റെ ബോണായി, ക്യൂപ്പിഡ് ബോ ആയി, ചിന്നായി, ഇതൊക്കെ എടുത്ത് നിൽക്കുന്ന സ്ഥലമാണ് നമ്മുടെ ഫേസിന്. അവിടെ മാത്രം കൗണ്ടർ ചെയ്ത് കൊടുക്കുക ഹൈലൈറ്റർ ഉണ്ട് കേട്ടോ. കൂടുതൽ ഹൈലൈറ്റർ ഇട്ട് കഴിഞ്ഞാൽ വൃത്തികേടാണ്, നമ്മൾ നാച്ചുറൽ ആയിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഈ രണ്ട് സൈഡിലത്തെ മുടി ഞാനൊന്ന് കൈകൊണ്ട് റോൾ ചെയ്ത് ഇടാന്ന് നോക്കണം. സാധാരണ എൻ്റെ മുടി പെട്ടെന്ന് ഡെൻറ്റ് വരുന്ന മുടിയാണ്, റോളായി പോകും. പക്ഷേ ഇന്ന് എൻ്റെ മുടി എൻ്റെ പറഞ്ഞാൽ കേൾക്കണില്ല, അപ്പോൾ ഞാനത് വേഗം ഒതുക്കി വെച്ചു. അപ്പം ഇനി നെക്സ്റ്റ്, അപ്പോൾ ഫേസ് ഇപ്പം നിങ്ങൾക്ക് നല്ല നാച്ചുറലായി തോന്നുന്നില്ലേ? അപ്പോൾ ഈ ഒരു മേക്കപ്പ് ഒരു നാച്ചുറൽ ഫീൽ വരുന്നില്ലേ? നിങ്ങൾ പറയുക ഇതിലത്തെ ഏത് കമ്മല ഞാൻ ഇടണ്ടേ ഈ സൂട്ടിൻ്റെ കൂടെ? ഇതെൻ്റെ മോളുടെ കളക്ഷൻസാണ്. എനിക്ക് കൂടുതൽ ഇഷ്ടമായത് ഈ കമ്മലാണ്. ഇത് രണ്ടും ഒരു ടഫ്, രണ്ടിലും ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ടഫ് അതായിരുന്നു, ഡിസിഷനായിരുന്നു എടുക്കാം. പക്ഷെ ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യം ഇതൊന്ന് ഇട്ട് നോക്കാം. ഇതാണ് എൻ്റെ പേഴ്സണലി എനിക്ക് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ സിൽവർ ജ്വല്ലറിയാണ് ഇടണം. ഇതിൻ്റെ കൂടെ ഗോൾഡൻ ഇട്ട് കഴിഞ്ഞാൽ അത്ര മാച്ച് ചെയ്യില്ല. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് റോസ് ഗോൾഡൊക്കെ ഇടാമെന്നല്ലാണ്ട് പ്യുവർ ഗോൾഡ് ഉള്ളത് ഭംഗി ഉണ്ടാവില്ല. സിൽവർ ഏതായാലും എൻ്റെ വാച്ചും സിൽവറാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിൻ്റെ കൂടെ ഒക്കെ സിൽവർ ആക്സസറീസ് അങ്ങോട്ട് അത് ചെയ്യാം. കണ്ടില്ല എന്ത് രസമായി? സിമ്പിൾ, സോബർ, ക്ലാസി, നാച്ചുറൽ മേക്കപ്പ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊന്നും അധികമായിട്ട് തോന്നുന്നുണ്ടാവില്ല. പിന്നെ നമ്മൾ അധികം സിമ്പിൾ ആയാലും ശരിയാവില്ലല്ലോ. അപ്പോൾ ഞാൻ ലിപ്സ്റ്റിക്ക് വേണിച്ചിട്ടാണ് ഇത്തിരി മുഖത്തിന് ബ്രൈറ്റ്നസ്സും ഹൈലൈറ്റും മുഖത്തേക്ക് ശ്രദ്ധ വരാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ ലിപ്സ്റ്റിക്ക് ഇത്തിരി ഡാർക്ക് അയക്കണത്. ബിക്കോസ് എല്ലാം അങ്ങോട്ട് ന്യൂഡിലേക്ക് പോയി കഴിഞ്ഞ് ഭംഗി പോകും. നമുക്ക് ഫേസും ഡ്രസ്സും ഒരു കോർഡിനേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഡ്രസ്സിൻ്റെ കളറിലത്തെ ലിപ്സ്റ്റിക്ക് ഇത്തിരി ഞാൻ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കണം. എന്തെങ്കിലും ഒരു കണക്ഷൻ വേണ്ടേ ഫേസിൻ്റെ മേക്കപ്പും ഡ്രസ്സുമായിട്ട്. അപ്പോൾ ഇതിൻ്റെ മാച്ചിങ് പൊട്ട് ഞാൻ ഇട്ട് നോക്കണം, ട്രൈ ചെയ്ത് നോക്കണം ഏത് പൊട്ടാണ്. അപ്പോൾ നിങ്ങൾ ഇതിൽ കാണാം, എനിക്ക് ഏത് ലൈറ്റ് ഷെയ്ഡ് പൊട്ട് വെച്ചാലും എൻ്റെ ഫേസിനത് യോജിക്കില്ല. ബിക്കോസ് എൻ്റെ കളറിനത്, എൻ്റെ അണ്ടർടോണിനത് മാച്ച് ചെയ്യില്ല. ഇപ്പോൾ ഞാനത് ഡാർക്ക് ബ്ലൂ ആക്കിയപ്പോൾ നോക്കൂ, നേവി ബ്ലൂ പൊട്ട് വെച്ചപ്പോൾ നോക്കൂ അത് ഹൈലൈറ്റ് ആയി. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസിൻ്റെ കളറും അണ്ടർടോണിനും മാച്ച് ചെയ്ത് പൊട്ട് എപ്പോഴും വെക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. പൊട്ടും ഒരു ഹൈലൈറ്റാണ് നമ്മുടെ ഫേസിൻ്റെ. അപ്പോൾ വരാം. അപ്പോൾ നോക്കൂ, ഒരു കാര്യത്തിൻ്റെ കൂടിയും കുറവുണ്ടായിരുന്നു. നല്ല ബ്രൈറ്റ് ഓറഞ്ചിഷ് ടാങ്കി കളറത്തെ ദുപ്പട്ട. ഈ ദുപ്പട്ടകളിൽ വന്നപ്പോൾ എന്ത് രസമായി. ഇപ്പോൾ നോക്കൂ, ആ ലിപ്സ്റ്റിക്ക് ഈ ദുപ്പട്ടയായിട്ട് നല്ലോണം മാച്ച് ചെയ്യുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, എല്ലാം കൂടി ഡള്ളാക്കല്ലേ. ഫേസിൽ രണ്ട് സാധനമെങ്കിലും, ഒന്നെങ്കിൽ ഐബ്രോസ് അല്ലെങ്കിൽ ലിപ്സ്റ്റിക്ക് അല്ലെങ്കിൽ കാജൽ, ഏതെങ്കിലും ഒരു രണ്ട് സാധനം ഹൈലൈറ്റ് ചെയ്ത് വെക്കണം. ഇവിടെ ഞാൻ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്താണ്. അത് പൊട്ട് ഡാർക്ക് എടുത്തിട്ടും ലിപ്സ്റ്റിക്ക് ഡാർക്ക് എടുത്തിട്ടും ആ ലിപ്സ്റ്റിക്കിൻ്റെ ടാങ്കി കളർ എൻ്റെ ദുപ്പട്ടയ്ക്കും നല്ലോണം മാച്ച് ചെയ്യുന്നുണ്ട്. മുടിക്ക് ഇത്തിരി തിക്നെസ് തോന്നിക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ബ്രൈഡ് ലൂസാക്കി കൊടുത്തു കേട്ടോ. ഇതാണ് സിമ്പിൾ ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ ബൈ, ടേക്ക് കെയർ.